കർമ്മ 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 അല്ലേ? കർമ്മയ്ക്ക് എനിക്ക് വിശ്വാസമില്ല. കർമ്മയ്ക്ക് വേണ്ടി സമയം എനിക്കെടുക്കാൻ സമയമില്ല. കർമ്മ നോക്കി നിന്ന് കഴിഞ്ഞാൽ കർമ്മ വരട്ടെ, കർമ്മ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വർഷങ്ങൾ നീണ്ടുപോകും. പലതും ഞാൻ കാണേണ്ടി ഗതിയിൽ വരും, പലതും ഞാൻ കേൾക്കേണ്ടി വരും. എനിക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. A to Z കാര്യങ്ങൾ വെച്ചിട്ടൊരു ഫയൽ ചെയ്ത് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പേടിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ, ഈ കുറച്ച് മുന്നേ വരെ ഞാൻ പേടിച്ച് തന്നെയാണ് ജീവിച്ചത്. ഇന്നാളെ വ്യക്തിയെ വെച്ച് ഫിറോസിനെ പേടിച്ച് 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 ഇവിടം വരെ എത്തി. എനിക്കിനി പേടിക്കാൻ വയ്യ. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, എൻ്റെ വീട്ടുകാരെ ഓർത്ത് എല്ലാം വെച്ച് ഞാൻ ക്ഷമിച്ച് നാണക്കേടാണ് നമ്മളിത് സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നോറും എൻ്റെ കുഞ്ഞിനിത് ബാധിക്കുമെന്ന് പേടിച്ചിട്ട് മാത്രം, എൻ്റെ റോവലിന് അവൻ്റെ പപ്പയെ ഇഷ്ടമാണ്, ആ ഒരു കാര്യം ഓർത്ത് മാത്രം, എൻ്റെ കുഞ്ഞിന് ബാധിക്കരുതെന്ന് മാത്രം ഓർത്ത് മാത്രം ഞാനിതെല്ലാം വെളി പറയാതെ മിണ്ടാതെ ക്ഷമിച്ച് കയറും തോറും തലയിൽ കയറി എന്നല്ല അതിനപ്പുറം കയറി എന്നെ ചൊറിയാൻ നിൽക്കുക. ഇനി എനിക്ക് പറ്റില്ല. ഞാനതുകൊണ്ട് നിയമവശാൽ നിയമം പോലെ ഞാൻ ലീഗലി പോയേക്കുവാണ്. കാര്യങ്ങളെല്ലാം ലീഗലി പോയെങ്കിലും ഈ മീഡിയയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്, ഒരു സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മളൊരു ആക്ടർ ആയതുകൊണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇപ്പം വിവാദം നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലും ഇത് പറയണം. കാരണം നിങ്ങളാണ് എന്നെ വളർത്തി ഇത്രയും ആക്കിയത്. അപ്പം ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ സഹിതം തെറ്റാണല്ലോ എന്ന് പറയും. അപ്പം മറുവശം കൂടെ കേട്ടിട്ട് കുറേ ചാനൽസ് എടുത്ത് ആഘോഷിച്ചിട്ടുണ്ട്. ആൾക്കാർ കൂടെ അടുത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഇട്ട് തരിക. വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് ഇനിയെങ്കിലും പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റാണ്, എൻ്റെ ഫിറോസിൻ്റെ. 2024 ഒക്ടോബർ 23 ഞങ്ങളുടെ മാരേജ് നടന്നത്. ഈ മാരേജ് നടക്കുന്നതിന് മുന്നേ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടേത് ഒരു അറേഞ്ച് മാരേജ് അല്ല, ചെറിയൊരു ലവ് മാരേജ് ആണ്. ഈ പുള്ളി എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നതും സംസാരിക്കുന്നതും ഞങ്ങൾക്ക് ഒരു മാസത്തെ ചെറിയൊരു സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് കല്യാണം ആലോചിച്ച് വന്നപ്പോൾ സമയത്ത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾറെഡി സെക്കൻഡ് ആണ്, ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സ് ആണ്, എനിക്ക് അതിലൊരു കുഞ്ഞുണ്ട് എന്നെല്ലാം പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മളുടെ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ടു, നല്ല ബന്ധമാണെന്ന് ചിന്തിച്ച് ഒരു മാസം കൊണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് വന്ന് ഞങ്ങളെ വീട്ടിൽ ആലോചിക്കുന്നു. കാരണം എനിക്ക് ഓൾറെഡി കല്യാണ പ്രായം 20 വയസ്സുള്ള സമയത്ത്, അപ്പം ആദ്യത്തെ ലൈഫിൽ ഒന്ന് പ്രശ്നങ്ങളൊക്കെ ആയി ഇങ്ങനെ ഒന്ന് നിൽക്കുന്ന സമയത്താണ് ഈ മാരേജ്, ഈ കാര്യങ്ങൾ വരുന്നതും. അവരെൻ്റെ വീട്ടുകാർ നോക്കിയപ്പം ഓക്കെ, നമ്മുടെ റിലേറ്റീവുകളുടെ അടുത്തെല്ലാം ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ഓക്കെയാണ്, നല്ലൊരു വ്യക്തിയാണെന്നുള്ളത് നമ്മളെ ബന്ധുക്കാരിലെല്ലാം ചോദിക്കുമ്പോൾ പറയുന്നു വേറെ ദുശീലങ്ങളൊന്നുമില്ല. അന്നത്തെ കാര്യങ്ങൾ ദുശീലങ്ങളാണല്ലോ നോക്കുന്നത്, വേറെ ദുശീലങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. ഈ ദുശീലങ്ങൾ എന്നുള്ളത് സാധനങ്ങൾ ഈ വീട്ടുകാരുടെ അടുത്ത് മുന്നിലാണല്ലോ ഈ ദുശീലങ്ങളൊന്നും കാണിക്കാത്തത്. പുറമേ എന്താണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല, അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് മാരേജിന് സമയമായി, മാരേജ് കഴിഞ്ഞു. ഈ പുള്ളിക്കാരൻ എൻ്റെ ലൈഫിലോട്ട് വരുമ്പം എൻ്റെ കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാം, സെക്കൻഡ് ഫാദറാണ്, പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞു വന്ന വ്യക്തി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ എൻ്റെ കുഞ്ഞിനെ കാണാൻ വിടാൻ ശ്രമിക്കുന്നില്ല. ആദ്യത്തെ മാസം ആയതുകൊണ്ട് കുറച്ച് നാൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു പുതുമുടി ആയതുകൊണ്ട് ഒന്ന് മാറ്റി നിർത്താം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ പോയി വന്ന് കണ്ടുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ തന്നു വിടാമെന്ന് പറഞ്ഞു. ആദ്യത്തെ മാസം ആയപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞിനെ കാണാൻ പോകുന്നതും കുഞ്ഞിനോട് സംസാരിക്കുന്നതും എല്ലാം പയ്യെ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു ഈ ഒരു പ്രശ്നത്തിൽ. എന്നിട്ടും ഞാൻ സഹിച്ച് നിന്നു. കാരണം സെക്കൻഡ് മാരേജ് അല്ലേ, നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്താണ് ഇതിൻ്റെ രണ്ടാമത്തെ മാരേജും അതും പ്രശ്നമായി എന്ന് പറയുന്നത് പേടിച്ച് തന്നെ സത്യം പറഞ്ഞാൽ പലതും മിണ്ടാതിരുന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് 2 മാസമായപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഞാനും എനിക്ക് പ്രഗ്നൻ്റ് ആയി. ആ സമയത്തും എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കുഞ്ഞിന് 2.5 വയസ്സുള്ളൂ. ആ സമയത്ത് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞെന്ന് പറയുമ്പം അവൾക്ക് കൊടുക്കുന്ന ഒരു കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞ ഒരു 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ടാവുന്നത് എന്നുള്ളത് പറഞ്ഞാൽ ആ ഒരു സാധനമാണ്. അതും ഞാൻ പുള്ളിക്കാരനോട് ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അപ്പോൾ പറഞ്ഞു, സച്ചിന എനിക്ക് എൻ്റെ മോളെ കിട്ടുന്നില്ല, അവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് കുഞ്ഞിനെ കിട്ടുന്നില്ല, എനിക്ക് കുഞ്ഞിനെ മിസ്സിംഗ് ആണ്, എനിക്ക് കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ഞാൻ മെന്റലി കുറച്ച് ഡിപ്രഷൻ ആയി പോകും, അതുകൊണ്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞ ലാസ്റ്റ് കുഞ്ഞെങ്കിൽ കുഞ്ഞാവാന്നുള്ളൊരു പ്ലാനിങ് ആയി. നെക്സ്റ്റ് മന്ത് തന്നെ കുഞ്ഞാവുന്നു, പ്രഗ്നൻ്റ് ആയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ കുഞ്ഞിനെ വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ വിളിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, എനിക്ക് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഈ മോനുണ്ടായ സമയത്ത്, വയറ്റിലുണ്ടാകുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ മൊത്തവും കരച്ചിലും ബഹളം, രാത്രി പുതപ്പിട്ട് മൂടിയിട്ട് ഞാൻ ഇരുന്ന് കരയും, എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞിനെ വിളിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടുകാരെന്ന് വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു വല്ലാത്തൊരവസ്ഥ. ഇതെല്ലാം അനുഭവിക്കുന്നവർക്ക് ഈ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ തെറ്റ് പറയും, നീ എന്തിനാ 2ാമത് മാരേജ് ചെയ്യാൻ പോയി ഒരു മോളെ വെച്ചിട്ട്. ശരിയാണ്, അത് നമ്മൾ ആ പ്രായത്തിൽ ചിന്തിക്കത്തില്ല. പല തെറ്റുകളും പല കമന്റുകളും ഇനി വരുമായിരിക്കും. പക്ഷേ ഈ സിറ്റുവേഷനിൽ പോകുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ഈ ലൈഫ് എന്താണെന്നും ഇതെന്താണെന്നും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടെ പോകാത്ത ആൾക്കാർക്കെല്ലാം ഇത് ചിലപ്പോൾ തെറ്റായിട്ട് തന്നെ തോന്നും. അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനോട് സംസാരിക്കാൻ പറയാൻ പോകുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ പറഞ്ഞു, ആ പെണ്ണ് കാരണം എൻ്റെ കുഞ്ഞ് നൊന്നുകൊണ്ടിരിക്കുക, ഈ പെണ്ണില്ലായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് നന്നായേനെ എന്ന് പറയാനുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കുഞ്ഞിനെ പൂഷിക്കാൻ തുടങ്ങി. എൻ്റെ മോളുടെ 2.5 വയസ്സ് തൊട്ട് ഞാൻ അതുവരെ ഫോക്സ് വാനിൽ ജോലി ചെയ്യുമായിരുന്നു. ഫോക്സ് വാനിൽ എൻ്റെ ജോലിക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്.
അത് കഴിഞ്ഞ് പ്രഗ്നന്റ് ആയതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ എനിക്ക് ജോലിക്ക് പോകണം. കാരണം കുഞ്ഞിന്റെ ചെലവുകൾ എൻ്റെ സിസ്റ്ററാണ് നോക്കുന്നത്. അതിനുശേഷം ഫുള്ള് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ദൈവതുല്യം കാണുന്ന ഒരാൾ എൻ്റെ സിസ്റ്റർ മാത്രമാണ്. അവളില്ലായിരുന്നെങ്കിൽ, സിസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥയായിട്ട് നടന്നേനെ. ഞാൻ അവളെ എന്തിട്ട് പൂജിച്ചാലും എന്തിട്ട് കൊടുത്താലും എന്തൊക്കെ ചെയ്താലും നന്ദി എനിക്ക് പറഞ്ഞു തരാൻ അപ്പുറമാണ്. കാരണം അവള് ഒരു അമ്മ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് എൻ്റെ സിസ്റ്റർ എൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്തത്. എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം, എൻ്റെ കുഞ്ഞിൻ്റെ ഫീഡിങ്, ആ സമയത്ത് കൊടുക്കാനുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ, എൻ്റെ കുഞ്ഞിനുള്ള ഡ്രസ്സ്, എൻ്റെ കുഞ്ഞിനുള്ള സ്നാക്കി, എല്ലാ കാര്യങ്ങളും എൻ്റെ സിസ്റ്ററാണ് നോക്കിക്കൊണ്ടിരുന്നത്. സിസ്റ്റർ ഹസ്ബൻഡിനെയും ഞാൻ നമിക്കുന്നത്. കാരണം അവരും ആ പുള്ളിക്കാരൻ നോ പറഞ്ഞാൽ എൻ്റെ ഇത്താക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് പോലും സാബുക്ക ഇത്താടെ ഹസ്ബൻഡ് പോലും ഇതിനകത്ത് ഭയങ്കര സപ്പോർട്ടീവായിട്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പം എന്നിട്ട് പോലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്കായാലും എന്നിട്ട് ഞാൻ ഒരു സ്വാഭാവികമായിട്ട് നമ്മളൊരു അമ്മ എന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. എത്രയും പോരിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഉള്ളിലൊരു സാധനമുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ റോബലിനെ പ്രസവിച്ച് കഴിഞ്ഞ സമയത്തും എൻ്റെ ഭാഗ്യത്തിന് ഒരു 3 മാസം ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചാണ് പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ട് പറയുള്ളൂ. കാരണം തുടക്കത്തിലെ മോള് പപ്പ എന്നൊക്കെ വിളിപ്പിച്ച ആൾ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞിനെ കൂടെ 2 ദിവസം നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ പോയി നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ തുടക്കത്തൊക്കെ നമ്മളിലുണ്ട്. പ്രസവം കഴിഞ്ഞ് 3-ാം മാസത്തിൽ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തി. ആ മാസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ 2 കുഞ്ഞുങ്ങളോട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. സത്യമായിട്ടും ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ആ സമയത്തും പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാം, പുള്ളിക്കാരൻ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയ ഗ്യാപ്പ്. ഞാൻ പറഞ്ഞു 3 മാസം ഞങ്ങൾ ചടങ്ങ് നമ്മൾ വീട്ടിലല്ലേ നിൽക്കേണ്ടത്, വീട്ടിൽ നിർത്തുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനോട് നിൽക്കാനുള്ള സന്തോഷമില്ല ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയത് അവിടെയും വഴക്കാം. ഭയങ്കര ഇഷ്യൂസ് നടക്കും ഞങ്ങൾ തമ്മിൽ. നീ അങ്ങനെയല്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണ്ടേ, എനിക്ക് കുഞ്ഞിനെ വന്നോ കണ്ടോ, 3 മാസത്തെ റെസ്റ്റ് അല്ലേ ഞാൻ പറയുന്നുള്ളൂ, 3 മാസം വരെ എൻ്റെ വീട്ടിൽ നിൽക്കാനുള്ള റെസ്റ്റ് എനിക്ക് തന്നൂടെ എന്ന് പറഞ്ഞ് അവിടെയും വഴക്ക് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കറിയില്ല, എനിക്കിപ്പോഴും അറിയത്തില്ല. എനിക്ക് സംശയം എന്ന് പറയുന്ന കാര്യം ഫിറോസിനെ ഇല്ലായിരുന്നു. ഒരു തരി പോലും ഫിറോസ് എങ്ങനെയാണെന്നോ ഫിറോസ് എന്താണ് ഒരു തരി പോലും എനിക്ക് ഒരു സംശയമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫിറോസിന്റെ ഫോണിൽ എനിക്ക് രാത്രിയായി ഒരു വെപ്രാളം പോലെ, ഒരു ശ്വാസം മുട്ടൽ പോലെ, എനിക്കറിയത്തില്ല അതെന്താണെന്ന് ആ സിറ്റുവേഷൻസ് അനുഭവിച്ചവർക്ക് അറിയാമായിരിക്കും. ഒരു വെപ്രാളം പോലെ വന്നിട്ട് ഞാൻ 2 മണി സമയത്ത് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് ചുമ്മാ പുള്ളിയെ വിളിക്കുക, കോൾ വെയിറ്റിങ്. അപ്പോഴേ കട്ട് ചെയ്തിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. പക്ഷെ ആര് ഈ സമയത്ത്? അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുക ആര് ഈ സമയത്ത്? അത് പുള്ളിയുടെ ഏതൊരു ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ മനസ്സിൽ ഒരു തരി പോലും പുള്ളിയെ സംശയമില്ല എനിക്ക്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിലും ഉള്ളിലൊരു പിടപ്പുണ്ട്. ആരായിരിക്കും, എന്തിനാ വിളിച്ചത്? ഒരു സംശയത്തിന് എവിടെയെങ്കിലും സാധനം ഇട്ടെങ്കിൽ എനിക്ക് അങ്ങനെ സാധനം പറയാം. എനിക്ക് ആ സമയത്ത് അങ്ങനെ പോലും ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി. അത് വിളിക്കുന്നത് എൻ്റെ പഴയ ഞാൻ ടാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടാബിനകത്ത് ഈ സിം ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ടാബ് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്കിൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്തായിരുന്നു. ഞാൻ ഫോക്സ് CRM-ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഫയലും ഞാൻ എനിക്ക് ഫോണിനെ കാട്ടിലും ടാബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാം. ആ ടാബാണ് എൻ്റെ ലൈഫിൽ എൻ്റെ വർക്കിൻ്റെ സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ടാബിലാണ് ഫിറോസ് ഈ കോൾ ചെയ്യുന്നത്. ഓക്കെ, രാവിലെ ആയപ്പം എനിക്കെന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ ചോദിച്ചു ആരെയാണ് വിളിച്ചത്? അത് ഞാൻ തലേന്ന് പറഞ്ഞ ദുബായിൽ നിന്നാണ്, അടുത്ത ദിവസം പറയുന്നത് ഖത്തറിൽ നിന്നാണ്, അല്ല ലണ്ടനിൽ നിന്നാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് മിസ്മാച്ച് ആയിട്ട് പറഞ്ഞു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവരുടെ വീട്ടിൽ പോയി ടാബ് മേടിച്ച് ഞാൻ പറഞ്ഞു എനിക്കെന്തോ സംശയം തോന്നുന്നു. അപ്പോൾ എനിക്ക് നിനക്ക് സംശയം നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ ടാബും കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ ഫുള്ള് റെക്കോർഡിങ് ഓൾറെഡി ഉള്ളതാണ് ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവർ ചെയ്ത് ഞാൻ എടുത്തു. ഈ ടാബിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാനില്ലേ, റിക്കവർ ചെയ്തെടുത്ത് ഞാൻ ആ സമയത്ത് മറ്റൈമിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് റബ്ബേ ഒരിക്കലും എൻ്റെ തെറ്റിദ്ധാരണ ആയിരിക്കണേ ഞാൻ കാണിക്കുന്ന പുള്ളി ഭയങ്കര പ്രശ്നം വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, വാണ്ടാന്നല്ല പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ സംശയം മാത്രമായിരിക്കണേ റബ്ബേ, ഇതൊരിക്കലും തെറ്റ് കാണല്ലേ, ഇതിനകത്ത് ഒരു തെറ്റും കാണല്ലേ, പുള്ളി എന്നെ ഒരിക്കലും ചതിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം പുള്ളിയെ ഞാൻ തെറ്റുകാരനല്ലെന്നാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം. ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത ഒരു പെണ്ണും സത്യം പറഞ്ഞാൽ ആ ബാക്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ലൈഫ് ഇങ്ങനെ, അതിലൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്ത് ഒരു കൈക്കുഞ്ഞ്, 3 മാസമുള്ളൊരു കുഞ്ഞ്. കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം, വൃത്തികെട്ട ടോപ്പിക്. ഇന്നലെ ഞാൻ വന്നതുപോലെ, അപ്പം ഇന്നലെ അവിടെ ചെന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാൻ ഭയങ്കര മടിയാണ്. അത്രയ്ക്ക് അഭ്യസമായിട്ടുള്ള വൃത്തികെട്ട വേർഡ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഒരു ഭാര്യ കേൾക്കുക, ഇത്രയും വൃത്തികേടായിട്ടുള്ള വാക്കുകൾ കേൾക്കുക. ഇത് ഞാൻ കണ്ട് തകർന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയണം. കുറച്ച് സെക്കൻഡ് ഞാൻ ബ്ലാങ്കായി വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വലിച്ചു കഥ തുറന്നു കൊടുത്തു. ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുക. അവരുടെ വീട്ടുകാരെല്ലാവരും ഓടിയെത്തി. അവരുടെ വീട്ടിലാണ് സംഭവം. വീട്ടിലെത്തി കുഞ്ഞിനെ അവരുടെ വീട്ടുകാരുടെ കുഞ്ഞുമാരുടെ കയ്യിലൊക്കെയാണ്, അവരുടെ ബന്ധുക്കാരുടെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത്. ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, രണ്ടാമത്തെ ലൈഫും ഇങ്ങനെ ആയി പോയോ എനിക്കറിയില്ല, ഞാൻ എൻ്റെ കുഞ്ഞ് എല്ലാം ഞാൻ ഭ്രാന്തിയാവുക. അപ്പം അവിടെ കുറച്ച് ഇൻസിഡൻസ് നടന്നു. അത് ഞാൻ വേറെ ആരെയും ഫാമിലിയൊന്നും ഞാൻ വിളിച്ചിടുന്നില്ല, അവരൊന്നും അറിയുന്നില്ല ഒരു കാര്യങ്ങൾ. അവർ പോട്ടെ, സ്വാഭാവികം, മക്കളാവുമ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കാം, അതിനും പോട്ടെ. അതൊന്നും ഒരിക്കലും അവരൊന്നും ഞാൻ ഇതിനകത്ത് വലിച്ചേക്കുന്നില്ല. കാരണം അവരൊക്കെ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ. അതുകൊണ്ട് ഞാൻ അവരാരെയും വലിച്ചിടുന്നില്ല.
അവിടെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. ആ സമയത്ത് എനിക്ക് പറ്റുന്നില്ല, എനിക്കറിയില്ല. അവിടെ ഇരുന്നൊരു ബ്ലേഡ് എടുത്ത് ഞാൻ കൈ ഭയങ്കരമായിട്ട് മുറിച്ചു. എനിക്ക് ജീവിക്കേണ്ട, കാരണം എനിക്ക് വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. അങ്ങനെയാണ് എനിക്കൊന്ന് ബിഗ് ബോസിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം എൻ്റെ കയ്യിൽ ഒരു വലിയ പാടുണ്ടായിരുന്നു, 22 സ്റ്റിച്ചുള്ള പാടാണ്. ആ സമയത്ത് ആ ബ്ലേഡ് എടുത്ത് കീറിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുമ്മയുടെ ഹോസ്പിറ്റലിൽ, എൻ്റെ കുഞ്ഞുമ്മ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വന്ന് സ്റ്റിച്ചിട്ട് 22 സ്റ്റിച്ച് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആള് ഭയങ്കര കരച്ചിൽ, കാല് പിടിച്ച് മാപ്പ് പറച്ചിൽ, കാര്യങ്ങളെല്ലാം വന്ന് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല വാവേ, ഞാൻ വാവേ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. വാവേ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല, വാവേ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പറ്റിപ്പോയി, വാവേ മറ്റേതാ മറിച്ചതാ, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കാല് പിടിച്ച് കരഞ്ഞ് ഞാനത് സോൾവ് ചെയ്തു. ഓക്കെ, സമാധാനം. അതെല്ലാം കാര്യം. എനിക്ക് തോന്നുന്നു ആ പാട് ഞാൻ മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാറ്റു ചെയ്തത്. നേരത്തെ ബിഗ് ബോസിന്റെ സമയത്ത് കറക്റ്റ് ആ പാടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ അറിയാം. ആ വലിയ ബിഗ് ബോസിന്റെ സമയത്ത് ഞാൻ കൈമോച്ച കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഞാൻ വേറൊരു വിഷയം എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതാണ് വിഷയം. അത് കഴിഞ്ഞ് നമ്മൾ ഫാമിലിയായിട്ട് കുഴപ്പമില്ലാതെ ഹാപ്പിയായിട്ട് പിന്നെയും പോകുന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പം എറണാകുളത്തോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എറണാകുളത്ത് നിന്ന് വീണ്ടും വേറൊരു പെണ്ണിനെ വിളിച്ച് ഞാൻ പോകുക. ആ സമയത്ത് ആ പെണ്ണിനെ വിളിച്ച് ഞാൻ മെസ്സേജ് അയക്കുന്നു, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ചതിക്കരുത്, എന്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ പെണ്ണിന്റെ കാല് പിടിച്ചു. ആ പെണ്ണ് കുറേ ഇയാളെ പ്രാഗി, ഇയാളുടെ മക്കളെ പ്രാഗി, അവൾ പറയുന്നത് നിന്റെ കുടുംബം മൊത്തം നശിച്ചു പോകുന്നു പറഞ്ഞ് ഇയാളെ കുറേ പ്രാഗിയായിരുന്നു ആ പെൺകുച്ച്. അത് കഴിഞ്ഞ് അതെല്ലാം സോൾവ് ആയി. നമ്മൾ ഫാമിലി പിന്നെയും ഹാപ്പി ആയിട്ട് പോകുന്നതിന് ശേഷം 6 മാസം ശേഷം നമ്മളൊരു സിനിമ സെറ്റ് ഞാൻ പറയുന്നില്ല, ആ സിനിമ സെറ്റിൽ ഒരു ഇപ്പം ഫേമസ് ആയി നിൽക്കുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഒരു കോസ്റ്റ്യൂമർ ഡിസൈനറാണ്. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, അവരാരും ഞാൻ എടുത്ത് വെളിയിലിടുന്നില്ല. ആ ഒരു സിനിമ സെറ്റിൽ വെച്ച് പരിചയപ്പെടുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള മേൽപ്പാർട്ടിച്ചില്ല നമുക്കറിയാം. അവരെല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു ദിവസം സജിന ഫിറോസിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. ഞാൻ സ്റ്റക്കായി, ഞാൻ മിണ്ടയില്ല. ഞാൻ രണ്ടാമതും സ്റ്റക്കായി നിൽക്കുക എന്താണെന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ലാതിരിക്കാം. അങ്ങനെ അതിനെക്കുറിച്ചുള്ള സെർച്ചിങ് എടുത്തു. അവരെന്നെ തോന്നി ഈ സമയത്ത് ഒരു കോൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്തുള്ള കാര്യങ്ങൾ എടുക്കുന്നു. നമ്മൾ കൊല്ലത്തോട്ട് വരുന്നു. കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുന്നു പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നു. പോയി കഴിഞ്ഞപ്പോഴും ഞാൻ ഓക്കെ കൂട്ടുകാരനെ കാണാൻ പോയില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, ഞങ്ങൾ പോകുന്നിടത്ത് റേഞ്ച് ഇല്ല എന്നൊക്കെ പറയുന്നു. ആ കൂട്ടുകാരൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ ഫോണിൽ ഞാൻ പുള്ളിക്കാരനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിളിക്കുന്നു. പുള്ളിയുടെ ജിമ്മേറ്റ് ഫ്രണ്ടാണ്. അവരെല്ലാം പിന്നെ കാണും, അവർക്കൊക്കെ ഈ സത്യാവസ്ഥ അറിയാം. അവിടെ വെച്ച് അവർ സംസാരിക്കുമ്പോൾ ഈ കോൾ എന്നെ ആ ഫ്രണ്ട്, എൻ്റെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള എൻ്റെ ആ ഫ്രണ്ട് കോസ്റ്റ്യൂമർ പുള്ളിക്കാരി എന്നെ വിളിച്ച് പറയുന്നു, സജിന ഫിറോസും ഇന്ന ആളും കൂടെ ഭയങ്കര സംസാരം, മാറി നിന്ന് ചിരിയും കളിയും ഭയങ്കര കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഫിറോസ് എവിടെയാണ്, നീ ശ്രദ്ധിക്കണേ ഞാൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു. അവന് ഫിറോസുകാരുടെ ഫോണിൽ അതിന് റേഞ്ച് ഇല്ലല്ലോ, ഫിറോസുകാരുടെ ഫോൺ അതിന് സ്വിച്ച് ഓഫ് അല്ലേ? എനിക്കറിയില്ല, പക്ഷേ ഫിറോസ് തന്നെയാണ് അവിടെ വിളിക്കുന്നത്. അവർ സംസാരിക്കുന്ന സംസാരങ്ങൾ ഭയങ്കരമാണ്. ഫിറോസ് ഖാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കുന്നു. അപ്പോൾ ഉടനെ ഞാൻ അവരുടെ ഫ്രണ്ടിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ്. അങ്ങനെ അതും കുറേ പ്രശ്നങ്ങൾ വന്നു. കുറേ ഞാൻ പെട്ടെന്ന് ചുരുക്കമാണ്, കാരണം നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് മടുക്കണ്ടെന്നുള്ളതാണ്. അവിടെയും കുറേ കാര്യങ്ങൾ വന്ന് അവിടെ നിന്ന് ഞാൻ പുള്ളിക്കാരൻ്റെ ഫോൺ ഇതാക്കുന്നു, അവനെ വിളിച്ചിരിക്കുന്ന റെക്കോർഡ് ചേർക്കുന്നു, ആ പെൺകൊച്ചിനോട് സംസാരിക്കുന്ന റെക്കോർഡ് എടുക്കുന്നു. അവരുമായിട്ട് സംസാരങ്ങളായി. ഞാൻ ആ പെണ്ണിനെ വിളിച്ച് വഴക്കായി. ഞാൻ ഇങ്ങനെ ലൈഫിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി, എൻ്റെ കൈ മുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ലൈഫ് ഉണ്ടായി വന്നിരിക്കുകയാണ്, എന്നെ ദയവ് ചെയ്ത് ഇതിനകത്തുനിന്ന് എൻ്റെ ലൈഫ് നശിപ്പിക്കില്ലെന്ന് ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു. ആ കൊച്ചും പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്ന് സോറി ഞാൻ അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ആ കൊച്ചും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് വിട്ടു. അന്നും ഇതുപോലെ ഞാൻ സൂയിസൈഡിന് വേണ്ടി നോക്കി. കാരണം ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് വേറൊരു മാർഗ്ഗമില്ല. കാരണം ആദ്യത്തെ ഒരു ലൈഫ് അങ്ങനെയായി, അതിനകത്തൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെയായി, അതിനകത്തൊരു കൈക്കുഞ്ഞായി. എനിക്ക് എന്ത് ചെയ്യുമെന്നൊരു ഒരു പിടുത്തവും ഇല്ല. എൻ്റെ മുന്നിലോട്ട് എന്താണെന്നുള്ളത് എനിക്കൊരു രംഗമില്ല. എൻ്റെ വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ആൾക്കാർ ഇനി രണ്ടാമതും ഇങ്ങനെ വരുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ അന്നത്തെ ഒരു നാട്ടുമ്പുറത്തുകാരി പോലെയാണല്ലോ. അപ്പം തീർച്ചയായിട്ടും നാട്ടുകാർ പറയുന്നത് ഇനി അടുത്ത ലൈഫിലും എന്തെങ്കിലും ആയി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ പറയാൻ പോകുന്നത് എന്നെ ആയിരിക്കും, ഞാൻ എൻ്റെ കാരണം കാണാണ് രണ്ടാമതും ലൈഫ് ഇങ്ങനെ ആൾക്കാർ പറയും സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് സഹിച്ച് പിന്നെയും കുറേ ശ്രമിച്ചു. പിന്നെയും കാലുപിടുത്തവും കരച്ചിലും, പിന്നെയും പൊക്കുന്നു, പിന്നെയും കരയുന്നു, പിന്നെയും പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു വലിയൊരു ബ്രേക്കപ്പ് ആകുന്നു. ഒരു 6 months ഞങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നു, പിന്നെ ഞങ്ങൾ പിന്നെ ഒരുമിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആയപ്പം എൻ്റെ കുഞ്ഞിനെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ വർക്കിന് ഇറങ്ങാൻ പോകുന്നു. ഞാൻ ഇതിൻ്റെ ഹോണ്ട ഷോറൂമിൽ കയറുന്നു. അവിടെ ജോലിക്ക് കയറിയ സമയത്ത് ഞങ്ങൾ റെന്റൽ ഹൗസിലോട്ട് മാറി. ഇവരും റെന്റൽ ഹൗസിലായിരുന്നു. അവിടുന്ന് ഫാമിലി എല്ലാം കൂടെ നിൽക്കുന്നു. ഞങ്ങൾ വേറൊരു റെന്റൽ ഹൗസിലോട്ടായി. അവിടുന്ന് എറണാകുളത്തൊക്കെ പോയിട്ട് തിരിച്ച് കൊല്ലത്ത് വന്ന് വേറൊരു റെന്റൽ ഹൗസ് എടുക്കുന്നു. വന്ന് ഞാൻ ജോലിക്ക് കയറുന്നു. എൻ്റെ ലക്ഷ്യം ജോലിക്ക് കയറുക എന്നുള്ളത് എൻ്റെ കുഞ്ഞിനെ ചെലവിന് കൊടുക്കണം. കാരണം ഒരാളുടെ ഭർത്താവെന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് ചെലവിന് മേടിക്കുന്നത് മോശമല്ലേ? അപ്പം എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് കൊടുക്കാതെ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കണമെന്ന് ഞാൻ ജോലിക്ക് കയറുന്നു. സത്യവാസ്തവം 20,000 സാലറി ഉള്ളതിന് ഞാൻ 15,000 സാലറി ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടി 5,000 രൂപ കൊടുക്കേണ്ട കുഞ്ഞിനെ തന്നെ ഇപ്പം തന്നെ പറയുന്നുണ്ട് കുഞ്ഞു കാരണമാണെന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 15,000 രൂപ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുത്തെ മാനേജറിനടുത്ത് ഞങ്ങൾ അവിടുത്തെ ചേച്ചിമാരൊക്കെ പറഞ്ഞു എൻ്റെ സാലറി ഇത്രയാണെന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് 15,000 രൂപ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അതിനകത്ത് 5,000 കുഞ്ഞിന് വേണ്ടി ചിലവിന് മുക്കി കൊടുക്കാൻ നോക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക്